നമസ്കാരം, ഞാൻ ഡോക്ടർ സുരഭി ലെനിൻ. IHMAയുടെ മറ്റൊരു ഹെൽത്ത് കെയർ ടോക്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെപ്റ്റംബർ 26 ലോക ഗർഭനിരോധന ദിനം. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഡോക്ടർ നഫീസ് സാദിഖ്, മുൻ UNFPA എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പങ്കുവച്ച് ഒരു വാക്യം പറഞ്ഞുകൊണ്ട് തുടരാം. ആരോഗ്യമുള്ള കുടുംബം തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, ആകസ്മികമല്ല. 2007 ഈ ദിനം ആദ്യമായി ആചരിച്ചിരുന്നത്. കുട്ടികളുടെ എണ്ണം, സമയം, അകലം എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്ത്രീകളുടെ അവകാശം അടിസ്ഥാനപരമാണ്. എന്നിരുന്നാലും ഗർഭധാരണം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള 257 ദശലക്ഷം സ്ത്രീകൾക്ക് സുരക്ഷിതവും ആധുനികവുമായ ഗർഭനിരോധന മാർഗങ്ങൾ ഇന്നും ലഭ്യമല്ല. എന്തുകൊണ്ട് ഗർഭനിരോധന മാർഗം നിർണായകമാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മാതൃമരണവും വൈകല്യവും കുറയ്ക്കുക, അപ്രതീക്ഷിത ഗർഭധാരണവും ഗർഭഛിദ്രവും തടയുന്നു, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മരണനിരക്കും രോഗാവസ്ഥയും കുറയ്ക്കുന്നു, ലൈംഗികമായി പകരുന്ന എയ്ഡ്സ് പോലുള്ള അണുബാധകളെ കുറയ്ക്കുന്നു, വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി മുന്നേറുവാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുന്നു. ഗർഭനിരോധനത്തിനുള്ള മാർഗങ്ങൾ സാർവത്രികവും സുഗമമായി നടപ്പിലാക്കാൻ 4 കാര്യങ്ങൾ ആവശ്യമാണ്. 1. യുവജനങ്ങൾക്ക് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക. 2. യുവാക്കൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സേവനങ്ങൾ നടപ്പിലാക്കുക. 3. യുവത്വത്തെയും ലൈംഗികത്തെയും ചുറ്റിപ്പറ്റിയുള്ള സാംസ്കാരിക വിലക്കുകൾ അഭിസംബോധന ചെയ്യുക. 4. ലിംഗ അസമത്വം പരിഹരിക്കുക. പലപ്പോഴും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ ഭയന്നോ, പങ്കാളിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടോ, ഇതൊരു തെറ്റാണെന്ന ചിന്ത മൂലം പലരും ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുന്നു. എന്നാൽ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഇപ്പം ലഭ്യമാണ്. ഗർഭനിരോധന മാർഗം പലതുണ്ട്. അതിൽ ചിലത് നമുക്ക് ഇപ്പോൾ നോക്കാം. 1. ഹോർമോൺ രീതികൾ. ഗർഭനിരോധന ഗുളികകൾ, വളയങ്ങൾ, പാച്ചുകൾ, അണ്ടോത്പാദനം തടയുന്ന കുത്തിവയ്പ്പുകൾ. 2. ബാരിയർ രീതികൾ. ബീജം അണ്ഡാശയത്തിൽ എത്തുന്നത് തടയാൻ ആൺ-പെൺ കോണ്ടം, ഡയഫ്രം, സെർവൈക്കൽ ക്യാപ്സ് എന്നിവ. 3. ഗർഭാശയ ഉപകരണങ്ങൾ, IUDs. ബീജസങ്കലനം തടയാൻ ഗർഭപാത്രത്തിലേക്ക് ചെറിയ IUD എന്ന് പറയുന്ന ഉപകരണം നിക്ഷേപിക്കുന്നു. 4. വന്ധ്യകരണം. ശുക്ലമോ അണ്ടമോ പുറത്തേക്ക് വിടുന്നത് തടയുന്ന വാസക്ടമി, ട്യൂബൽ ലിഗേഷൻ എന്ന് തുടങ്ങിയ സ്ഥിരമായ രീതികൾ. 5. അടിയന്തര ഗർഭനിരോധനം. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് ശേഷം ഗർഭധാരണം തടയാൻ ഉപയോഗിക്കുന്ന ഗുളികകൾ അല്ലെങ്കിൽ IUDs. 6. പ്രകൃതിദത്ത കുടുംബാസൂത്രണം. ഗർഭധാരണം ഒഴിവാക്കാൻ അണ്ടോത്പാദനവും ഫെർട്ടിലിറ്റിയും കണക്കാക്കുന്ന രീതികൾ. 7. ഇംപ്ലാന്റുകൾ. ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നതിനും അണ്ടോത്പാദനം തടയുന്നതിനും ചർമ്മത്തിനടിയിൽ ചെറിയ തണ്ടുകൾ നിക്ഷേപിക്കുന്നു. വ്യക്തിഗത ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഏറ്റവും മികച്ച ഗർഭനിരോധന മാർഗം തിരഞ്ഞെടുക്കാൻ ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭനിരോധനത്തിനുള്ള സാർവത്രിക അംഗീകാരം കൈവരുന്നതുവരെ സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും അവ്യക്തമായി തുടരും. സ്ത്രീകളും പെൺകുട്ടികളും അവരുടെ ഭാവി തിരഞ്ഞെടുക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അത് യാദൃശ്ചികമല്ല. നന്ദി, നമസ്കാരം.